നമ്മളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്കിത് മനസ്സിലാവും. ഒരു 100 ന്യായം നമ്മുടെ മനസ്സ് പറയും നമ്മൾ രക്ഷപ്പെടില്ലെന്ന്. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് അരുളി ചെയ്യുകയാണ്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല. ദൈവത്തിന് എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. അതായത് ഇത് പറയുമ്പോണ്ടല്ലോ, സാത്താന്റെ അണ്ണാക്കിലിട്ടാണ് നിങ്ങൾ അടിക്കുന്നത്. അത് പറയുമ്പോ കാരണം എന്താ അറിയാം, അവൻ ഒരു 10,000 തവണ നിങ്ങളുടെ തലയ്ക്കകത്ത് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ രക്ഷപ്പെടില്ലെന്ന്. 10,000 കണക്ക്. സാത്താൻ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് ചിന്തകൾ, ഇങ്ങനെ ചിന്തകൾ തന്നുകൊണ്ടാണ്. സാത്താനെ എങ്ങനെയാണ് യേശു പരാജയപ്പെടുത്തിയത്? യേശു പറഞ്ഞു, ഗെറ്റ് ഔട്ട്, നിന്നെ തീയിട്ട് ചുടാൻ പോവാണ് സാത്താനെ എന്നാണോ കർത്താവ് പറഞ്ഞേ? മരുഭൂമിയിൽ വെച്ച് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയാ മക്കളെ കർത്താവ് സാത്താനെ പരാജയപ്പെടുത്തിയത്? എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വചനമെടുത്ത് ഉച്ചരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ഇങ്ങനെ എഴുതിയിട്ടുണ്ടടാ, പോടാ. മനസ്സിലാവുന്നുണ്ടോ?